ഒരു മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടാണ്. അപ്പോൾ ചക്കേൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചക്കക്കുരു ഉണ്ടാകും. അതുപോലെ പല ആൾക്കാരും ചക്കക്കുരു വെറുതെ കളയാറുണ്ട്. അപ്പോൾ നമുക്ക് ചക്കക്കുരു സൂക്ഷിക്കാനുള്ള കുറേ വഴികളൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ ചക്കക്കുരു കേടുകൂടാണ്ടൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കൊക്കെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ സ്നാക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണി ചായക്കും ഇടയ്ക്കിടെയൊക്കെ കുറിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലതാണിത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ട് മാത്രം കളഞ്ഞാൽ മതി. ബ്രൗൺ പാർട്ട് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 or 3 വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്താൽ മതി. ഓരോ കുക്കറിനും അതുപോലെ ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് കുക്കിങ്ങൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ വേവിച്ചെടുത്തതാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേവുന്ന ചക്കക്കുരുവാണിത്. അങ്ങനെയുള്ള നല്ലത് വേണം നോക്കിയെടുക്കാൻ. അപ്പോൾ നമ്മളിത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച വെള്ളം തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരു മിക്സിയിൽ അരയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, വെള്ളം ആവശ്യമായി വരും, മിക്സി കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ. അത് നമ്മളിതാ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെള്ളം വേണ്ടി വരും, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിത് ഇനി ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അപ്പോൾ കടലമാവ് അളവ് എന്ന് പറയാനൊന്നുമില്ല, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് നമ്മൾ ആദ്യം, അതിനനുസരിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ ചേർക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേവിക്കുമ്പോൾ ചേർത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം കുറച്ചും കൂടി നമുക്ക് ആവശ്യമായി വരും. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് അറിയും അതിലേക്ക് ഇനി മാവ് വേണമെന്നുള്ളത്. അപ്പോൾ അധികം സ്റ്റിക്കി ആയിട്ടുള്ള മാവ് ആകരുത്. നല്ലപോലെ സ്റ്റിക്കിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണയോ അതുപോലെ നമുക്ക് ഇനിയിപ്പം കടലമാവോ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ നല്ലോണം തന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലിതാ ഇതുപോലെ നല്ലോണം ഒട്ടുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. അതുപോലെ സ്പൂൺ വെച്ചിട്ട് കൈ ഒന്ന് തുടച്ചിട്ട് ഇതാക്കിയാൽ മതി. പിന്നെ മാവ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമൊന്നും വരില്ല, കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതാ നമ്മളിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റിക്കി അല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ നൂൽപുട്ടിൻ്റെ ആ ഒരു അച്ചിലുള്ള ഈ ഒരു ഇത് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മുറുക്കിൻ്റെ ഒക്കെ അച്ചുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഈ അച്ച് നമ്മൾ നല്ലോണം എണ്ണയൊക്കെ പുരട്ടിയിട്ട് നല്ല ഇതുപോലെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ ഈ മാവ് ഇതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിക്കും. നമ്മളിപ്പോൾ നൂൽപുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൽ എണ്ണ പുരട്ടാറില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൂൽപുട്ടിൻ്റെ അച്ച് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 വിധത്തിൽ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് ഓമപ്പൊടി ഉണ്ടല്ലോ, അതുപോലെയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മുറുക്ക് മാത്രം ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ രണ്ടും നമുക്കിവിടെ റെഡിയാക്കി വെക്കാം. ഇതിൻ്റെ ഈ ഒരു പാർട്ടിലൊക്കെ എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ മാവ് മേലേക്ക് കയറി വന്നിട്ട് ഇവിടെയൊക്കെ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല പോലെ എണ്ണ ആക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നൂൽപുട്ടിൻ്റെ അച്ചും അതുപോലെ മുറുക്കിൻ്റെ അച്ചുമൊക്കെ വെച്ച് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരുപാട് അളവ് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ മാവ് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ചും കൂടി എണ്ണ പുരട്ടിയിട്ട് വേണം ഇതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് നമ്മൾ ഈ അച്ചിലേക്കൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈക്ക് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് മാവ് ഇതിലേക്ക് എണ്ണയിലേക്ക് വീഴ്ത്തുന്ന സമയത്ത് ഇതിന് കയ്യിൽ എണ്ണ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് കിട്ടൂല. ഇത് പിഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലോണം കൈയൊക്കെ വൃത്തിയാക്കി തുടച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിതാ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാകുന്ന സമയത്ത് ഇതുപോലെ മുറുക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള മുറുക്കല്ല, ബട്ടർ മുറുക്കൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. നമ്മളിതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഇത് വരുന്ന സമയത്തൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് റൗണ്ടിലും ചുറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ എല്ലാം ഉണ്ടായിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി.
അതുപോലെ തന്നെ ഇതിൽ ഞാൻ അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് എണ്ണ വേണം കേട്ടോ. ഇതിപ്പം പാത്രം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണ അധികം ഒഴിക്കാനും പറ്റിയില്ല. ഒരുപാടങ്ങ് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നല്ല ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ, നിങ്ങൾക്ക് ചീനച്ചട്ടയൊക്കെ ആണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ആദ്യം നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ പാടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട്. തീരെ ഫ്ലെയിം കുറയ്ക്കരുത്. കുറച്ച് കഴിഞ്ഞാലും അതുപോലെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇത് റെഡിയായിട്ട് കിട്ടില്ല. കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ളിൽ റെഡി ആവാണ്ട് വരും. അതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ രണ്ട് സൈഡിലും നല്ലോണം ഒന്ന് തിരിച്ചിടുക. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് അടുപ്പത്തു നിന്ന് വാങ്ങിക്കൊടുക്കുക ചെയ്യുന്നത്. വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അത് എണ്ണ കുടിക്കുകയില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അതുപോലെ നിങ്ങൾ മുറുക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ സ്നാക്കൊക്കെ ചോദിച്ച് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ചക്കക്കുരു വെച്ചിട്ടുള്ള അടിപൊളി മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ചക്കക്കുരു വെച്ചിട്ട് തയ്യാറാക്കിയാന്ന് പോലും നമുക്ക് തോന്നില്ല. അപ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും ഞാൻ കാണാറുണ്ട് ചക്കക്കുരുവൊക്കെ കളയുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ പലതരത്തിലുള്ള സ്നാക്കുകൾ നമുക്കതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്ക് ബോട്ടിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പൈസി ആക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്